ഭർത്താവ് മരിച്ച ഒരു പെണ്ണ് ഒരാഴ്ച കഴിഞ്ഞ് ഒരു ബിരിയാണി കഴിച്ചിട്ട് ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ട് നോക്കിയാൽ അറിയാം. ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള എത്രയോ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പേടിയാണ്, മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പേടിയാണ്, മറ്റുള്ളവരോട് സംസാരിക്കാൻ പേടിയാണ്. കാരണം ഈച്ച് ആൻഡ് എവരി സെക്കൻഡ് ഈ സ്ത്രീകളുടെ വായിൽ നിന്നും വരുന്ന ഓരോ വാക്കിനും, അവരെ പ്രവർത്തിക്കും, അവരെ നടത്തത്തിനും, അവരെ ചിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ മരിച്ചു കിടക്കുകയാണെങ്കിലും വന്നവർക്ക് ചായയൊക്കെ വെച്ചു കൊടുത്ത് വീടൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നീ പോയി കിടന്നാൽ മതി, ഖബറിലേക്ക് പോയി കിടന്നാൽ മതി എന്ന് പറയുന്ന നല്ല തന്തക്കും തള്ളക്കും ജനിച്ചാൽ അവർ വളർത്തുന്നതിനനുസരിച്ചുണ്ടാവും ഭാവിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ സതി മാത്രമേ നിർത്തലാക്കിയുള്ളൂ. ഇതുപോലെയുള്ള വിഷജന്തുക്കളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സതി ഇപ്പോഴും നിർത്തലാക്കിയിട്ടില്ല. അവർ പച്ചയ്ക്ക് കത്തിക്കും. ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് ഈ സമൂഹത്തിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് കണ്ടാൽ മനസ്സമാധാനം ഇല്ലാത്ത പെണ്ണുങ്ങൾ, സന്തോഷമില്ലാത്ത പെണ്ണുങ്ങൾ, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പെണ്ണുങ്ങൾ കയ്യിൽ മൈലാഞ്ചി ഇടാൻ പാടില്ല എന്ന് എവിടെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിയമം എഴുതിയിട്ടുള്ളത്? ശരി, വിഷയത്തിലേക്ക് വരാം. ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിലൊത്തിരി പേര് എനിക്ക് ധൈര്യം തരാനും വേണ്ടിയിട്ടുള്ള ഒരുപാട് കമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മൾ മനുഷ്യന്മാരാണ്, എല്ലാ സമയവും നമുക്ക് ഒരേപോലെയുള്ള സിറ്റുവേഷൻസോ മൂഡോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല ഉണ്ടാവുന്നത്. ചില സമയം നമ്മൾ നല്ല ഡൗൺ ആയിരിക്കും, ചില സമയം നമ്മൾ ആക്റ്റീവായിരിക്കും. അപ്പോൾ ആക്റ്റീവായിരിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നും കൂടെ ഡൗൺ ആവാതിരിക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും സംഭവിക്കാവുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും ഒരു നെഗറ്റീവ് കമൻറ്റ് റിയാക്ഷൻ ആയിട്ട് കാണരുത്. ഇത് നെഗറ്റീവ് കമൻറ്റ് റിയാക്ഷൻ അല്ല. ഇത് സമൂഹത്തിൽ ചില വിഷജന്തുക്കൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവർ മറ്റുള്ളവരുടെ നേരെ വിഷച്ചീറ്റലുകൾ ചീറ്റിക്കൊണ്ടേയിരിക്കുകയാണ് നിരന്തരം. അവരെ ബാധിക്കാത്ത ഒരു കാര്യത്തിനാണെങ്കിൽ പോലും അവർക്ക് ലാഭം കിട്ടൂല എന്ന് തോന്നുന്ന സമയത്ത് ഇവരുടെ വിഷച്ചീറ്റൽ കാരണം ഒരുപാട് പേരുടെ ജീവനുകൾ വരെ പൊലിയുന്നുണ്ട്. അതിന് എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഇന്ന് സംഭവിച്ച ഒരു കാര്യം ന്യൂസിൽ വന്നത് ഞാനിപ്പോൾ ജസ്റ്റ് വായിക്കാം. കോഴിക്കോട് ഫറോക്കിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നു. മുനീറ എന്ന് പറഞ്ഞൊരു ലേഡിയാണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇവരുടെ രണ്ടുപേരെയും ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാം. ഒരു പ്രോബ്ലം ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരു പെണ്ണിനെ പോയിട്ട് കൊഞ്ചിച്ചിട്ട് വായു ഞാൻ നിന്നെ വെട്ടിക്കൊല്ലാം എന്ന് പറഞ്ഞിട്ട് ആരും പോയി വെട്ടിക്കൊല്ലൂല. ഓക്കെ, ചിലപ്പോൾ ഇവരുടെ മേലെ തെറ്റായിരിക്കാം, ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മേലെയുള്ള തെറ്റായിരിക്കാം. പരസ്പരമുള്ള വൈരാഗ്യം കാരണം ഇവരൊന്നിച്ച് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ പിരിഞ്ഞ് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യം കാര്യങ്ങൾ കൊണ്ടുവന്നൊരു സംഭവമാണ്. സെയിം ടൈം ഇവർ തമ്മിൽ ഒന്നിച്ച് പോകൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ അതൊരു വലിയൊരു സംഭവമോ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സംഭവമോ ആയി കാണാതിരിക്കുന്ന ഒരു സമൂഹമായിരുന്നു എന്നെങ്കിൽ ഇവർ തമ്മിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ വേറെ ഭാഗങ്ങളിൽ ജീവനോടെ ഇന്ന് ഉണ്ടായിരിക്കാം. ഇപ്പം എന്താ സംഭവിച്ചത്? ഒരാൾ ഖബറിലേക്കും പോവും, ഒരാൾ ജയിലിലേക്കും പോവും. അവർക്ക് മക്കളുണ്ടെങ്കിൽ അനാദിയായിട്ട് വല്ലവരുടെയും കയ്യിൽ ഒരു വിലയും നിലയില്ലാതെ ജീവിതകാലം ഫുള്ളും അനുഭവിച്ച ആ മക്കളുടെ ജീവിതവും പോയി. ആ മക്കൾ ഭാവിയിൽ ആരായി മാറും? എന്തെങ്കിലും ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള കുട്ടികളായിട്ടായിരിക്കും പിന്നെ ഈ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്നത്, കൊടുക്കുന്ന സംഭാവന. ഇതിൻ്റെയൊക്കെ ഒരു മൂല കാരണം ഈ സമൂഹവും കൂടിയാണ്. ഈ പെണ്ണുങ്ങളെപ്പോലെ, ഇപ്പോൾ ഈ കമൻ്റ് ഇട്ട പെണ്ണുങ്ങളെപ്പോലെ ഒരുപാട് വിഷജന്തുക്കൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ട്. ഇവരെ പോലെയുള്ളവരെ പേടിച്ചുകൊണ്ട് തന്നെ പല ബന്ധങ്ങളിലും പിടിച്ചു നിൽക്കുന്ന ഒരുപാട് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഉണ്ട്. അവസാനം സംഭവിക്കുന്നത് എന്താ? ആർക്കാ നഷ്ടം? കുറ്റപ്പെടുത്തലുകൾ. ആരാ, എന്താ, എങ്ങനെ ഒന്നും അറിയാതെ എന്തെങ്കിലും ഒരു രീതിയിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇവർ സ്വന്തമായിട്ടൊരു ആത്മസംതൃപ്തി നേടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നല്ല വ്യക്തമായിട്ടുള്ള ബോധത്തോടെയാണ് സംസാരിക്കുന്നത്. ആരും ഇത് കണ്ടിട്ട് എനിക്ക് സമനില തെറ്റിയിട്ടാണോ, ഞാൻ ഡിപ്രഷനിലാണോ സംസാരിക്കുന്നത് എന്നൊന്നും വിചാരിക്കേണ്ട. ഞാൻ പൊതുവേ ഈ സമൂഹത്തിൽ കാണുന്ന ഇതുപോലെയുള്ള അനീതികൾ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രതികരിക്കുന്ന ഒരു ബ്ലഡാണ് എനിക്ക് എൻ്റെ വാപ്പ തന്നിട്ടുള്ളത്. അല്ലാതെ എൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു പെണ്ണായിട്ടല്ല എന്നെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പത്തെ എൻ്റെ വീഡിയോസ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് കാര്യങ്ങൾ ഞാനിതുപോലെ
റിയാക്ട് ചെയ്തിട്ടുള്ളൊരു ആൾ തന്നെയാണ്. ഇത് എനിക്ക് സംഭവിച്ചത് കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. ഇതുപോലെ സ്ത്രീകൾ മറ്റുള്ളവരെ പേടിച്ചിട്ട്, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള എത്രയോ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പേടിയാണ്, മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പേടിയാണ്, മറ്റുള്ളവരോട് സംസാരിക്കാൻ പേടിയാണ്. കാരണം ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ഈ സ്ത്രീകളുടെ വായിൽ നിന്നും വരുന്ന ഓരോ വാക്കിനും, അവരെ പ്രവർത്തിക്കും, അവരെ നടത്തത്തിനും, അവരെ ചിരിക്കും, അവരുടെ പീലികൾ ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡ് മിടിക്കുന്നുണ്ട് എന്ന് നോക്കി ജഡ്ജ് ചെയ്യാൻ മാത്രം നിൽക്കുന്ന ഒരുപാട് മനുഷ്യന്മാർക്കിടയിലാണ് ഈ സ്ത്രീകൾ ജീവിക്കുന്നത്. ചിലപ്പോൾ മരിക്കണ്ട, എങ്ങനെയെങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ട് ഭൂമിയിൽ പിടിച്ച് നിന്ന് ജീവിക്കണം എന്ന് അത്രയും ബുദ്ധിമുട്ടിയിട്ടായിരിക്കാം ഇവരൊരു ലൈഫിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ കിട്ടുന്നതോ സമൂഹത്തിലുള്ള കുറേ കൂറകൾ വന്ന് ഒരു കാര്യം അറിയാതെ ഇവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് അഭിപ്രായം പറയും. ഇവരെ അങ്ങോട്ട് കൊന്നു കൊടുക്കണം, എങ്കിലും ഒരു സമാധാനം നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് സഹതാപ കണ്ണീരഞ്ജലി ഉണ്ടാക്കണം. അപ്പോൾ ഒരു ആത്മസംതൃപ്തി. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ നിയമത്തിൽ, കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയാണ് ഒരു പെണ്ണ്, വിഷമത്തോടെ ഇരിക്കുന്ന ഒരു പെണ്ണ്, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച ഒരു പെണ്ണ് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവൾ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുകൾ ഇടാൻ പാടില്ല, അവളൊന്ന് ചിരിച്ച് ആരോടും സംസാരിക്കാൻ പാടില്ല, അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ അവൾ കണ്ണെഴുതാൻ പാടില്ല, അല്ലെങ്കിൽ അവൾ മേക്കപ്പ് ഇടാൻ പാടില്ല, അവൾ ലിപ്സ്റ്റിക്ക് ഇടാൻ പാടില്ല, അല്ലെങ്കിൽ അവൾ മൈലാഞ്ചി ഇടാൻ പാടില്ല, ഇങ്ങനെയൊക്കെ എഴുതി വെച്ച നിയമം ഒന്ന് കൊണ്ടൊന്ന് കാണിച്ചു തരുമോ മിസ്റ്റർ ആൻഡ് മിസ്സിസ് സഹോദരന്മാരെ? ഞാൻ ഈ പറയുന്നതിൽ എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഈ മരണപ്പെട്ട ആ ഒരു ലേഡി ഇപ്പോൾ വാഴ്ത്തപ്പെട്ടവളാവും. കാരണം തൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹപ്രകാരം മരണം എതിർക്കാതെ നിന്നുകൊടുത്ത് അത് സ്വീകരിച്ചതുകൊണ്ട്. അതേസമയം എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം എന്ന് വേണ്ടി അവൾ എതിർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇപ്പം അവൾ എന്ത് പറയുന്നറിയോ ഈ സമൂഹം? അവൾ അഹങ്കാരിയാണ്, അവൾ ഭർത്താവിനെ ധിക്കരിച്ചവളാണ്, അവൾക്ക് ജീവിക്കാനും വേണ്ടിയിട്ട് അവനെ ധിക്കരിക്കാനൊക്കെ പറയാൻ പറ്റുമോ? ഭർത്താവല്ലേ, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആരാ? ഭർത്താവിൻ്റെ കാലിൻ്റെ അടിയിലല്ലേ സ്വർഗം? ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ആരാ? ഭർത്താവിൻ്റെ അടിമയല്ലേ എന്ന് പറയുന്ന സമൂഹം. അതേ സമൂഹം പറയോ, കണക്കെടുക്കോ ഈ ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഇവന്മാർ കറക്റ്റായിട്ട് നിർവഹിച്ചിട്ടുണ്ടോ എന്ന് നോക്കുമോ? ഇല്ല, നോക്കൂല. കുറ്റം പറയാനേ നിൽക്കുള്ളൂ. ആ പെണ്ണിനെ ഏതൊക്കെ രീതിയിൽ കുറ്റം പറയാം, എങ്ങനെയൊക്കെ അവളെ തളർത്താം, എങ്ങനെയൊക്കെ അവളെ അടിമയാക്കിയിട്ട് വീണ്ടും ജീവിപ്പിക്കാം എന്ന് മാത്രമേ നോക്കുകയുള്ളൂ. അതാണ് നമ്മുടെ സമൂഹം. പിന്നെ ഇത് ഇന്നലെ വീഡിയോയിൽ എന്താ കുറ്റം പറയാൻ കിട്ടുക? ഒന്നും കിട്ടൂല. എവിടെ അത്? ഞാൻ വായിച്ചുതരാം. ഈ ഒരു ലേഡീൻ്റെ വിഷച്ചീറ്റലാണ് ഞാൻ ഈ പറയുന്നത്. അതിൽ ഏറ്റവും കോമഡിയാണ്, വലിയ കോമഡി. എന്തുകൊണ്ടാണ് ആ ലേഡി പറഞ്ഞത് എന്നുള്ളത് അതിനേക്കാളും വലിയ കോമഡിയാണ്. ഞാനിപ്പോഴും പറയുന്നു, നെഗറ്റീവ് കമൻറ്റിലെ റിയാക്ഷൻ അല്ല. ഈ സമൂഹത്തിലെ ഒരു കൂട്ടം പുരുഷന്മാരും സ്ത്രീകളും ഇതുപോലെ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. മറ്റുള്ളവരെ ഏത് രീതിയിൽ അപമാനിച്ച് കുറ്റപ്പെടുത്തി ഇവർക്ക് നിർവൃതി കൊള്ളാമെന്ന് കാണുന്ന ആൾക്കാർ, അവർക്കെതിരെയാണ് ഞാൻ ശബ്ദിക്കുന്നത്. ഇത്രയും ടെൻഷനും. പേര് സെഫി അന്നു. ഇവരുടെ ഒറിജിനൽ ഐ ഡി തന്നെയാണെന്ന് തോന്നുന്നു. 5 വർഷമായി ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ 5 കമൻറ്റോളാണ് ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കമൻറ്റ് ഞാൻ വായിച്ചുതരാം. ഇത്രയും ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെയുള്ള ആൾ കയ്യിലും കാലിലും മൈലാഞ്ചി ഇല്ലാത്ത പരിപാടി ഇല്ല. ഓക്കെ, ഇത്രയും പ്രശ്നങ്ങളും ടെൻഷനും ഒക്കെയുള്ള ആളെന്ന് പറയുമ്പോൾ എനിക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ തന്നെ ഒരു ഇത് വെക്കുകയാണ്, ടെൻഷനും പ്രശ്നങ്ങളും ഉള്ള ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു പ്രോട്ടോക്കോൾ ഇവർ സ്വയം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ബാങ്ക് കൊടുക്കുന്നത് കഴിഞ്ഞിട്ട് പറയാം. അതായത് ജീവിതത്തിൽ വിഷമങ്ങളുള്ളവർ ഓൾവേസ് മുഖത്തിൽ ഇങ്ങനെ എഴുതി ഇങ്ങനെ ഒട്ടിക്കണം, എനിക്ക് വിഷമങ്ങളുള്ള ഒരാളാണ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഭയങ്കര ഗ്ലൂമി ആയിട്ട് ഡിപ്രഷൻ അടിച്ച് ഞാൻ ആ ഒരു കുറച്ച് സിംറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതോടുകൂടെ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഇവർ പറയാണ്. കയ്യിലും കാലിലും മൈലാഞ്ചി ഇല്ലാത്ത പരിപാടി ഇല്ല എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഞാൻ എൻ്റെ വിവാഹത്തിന് മുമ്പേ എൻ്റെ നഖത്തിൽ മൈലാഞ്ചി ഇടുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ നഖത്തിൽ മൈലാഞ്ചി ഇടുന്നത്. എൻ്റെ ചാച്ച സൗദി പോയിട്ട്, അതായത് ഹജ്ജിന് പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്ന ഒരു റാണിക്കോൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് സ്റ്റോക്ക് ചെയ്ത് വെച്ച് ഞാനിങ്ങനെ തീരെ എൻ്റെ കയ്യിൽ ഇട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്.
പിന്നെ വിവാഹത്തിന് ശേഷം കുറച്ച് കാലം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പല ഇതേപോലെയുള്ള വിഷജന്തുക്കളുടെ വിഷച്ചീറ്റലുകൾ കാരണം എനിക്ക് അതൊക്കെ ഞാൻ മറന്നുപോയി. പിന്നെ ആഫ്റ്റർ എൻ്റെ കുറച്ച് കാലത്തിന് ശേഷം ഞാൻ ഈ വീഡിയോ നമ്മൾ യൂട്യൂബിലൊക്കെ വരുമ്പോൾ ഒരു 7 കൊല്ലം മുമ്പൊക്കെ ഉള്ളതിലും എൻ്റെ കയ്യിൽ ഇതുപോലെ നഖത്തിൽ മൈലാഞ്ചി ഉണ്ടാവും. കയ്യിൽ ഫുള്ളായിട്ട് ഇടുന്ന ഒരാളല്ല. പിന്നെ സൈഡിലുണ്ടാവും. എപ്പോഴെങ്കിലുമൊക്കെ കയ്യിൽ ഇടും കേട്ടോ, തീരെ ഇടില്ല എന്നല്ല, അതെനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഇപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ലാസ്റ്റ് എൻ്റെ ഒരു അനിയൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മൈലാഞ്ചി ഇട്ട് തരുന്ന ഒരു പെൺകുട്ടി വന്നു. അതായത് ആ കുട്ടിയുടെ ജോലിയാണ് അത്, ആ കുട്ടിയുടെ കൈത്തൊഴിലാണ് എല്ലാവർക്കും മൈലാഞ്ചി ഇട്ട് കൊടുത്ത് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ കുറേ ആയിട്ട് തന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് ഞാൻ മെഹന്തി വന്നിട്ട് തന്നോട്ടെ, എനിക്ക് അതൊരു പ്രൊമോഷനാവും, എനിക്കൊരു വരുമാനം ആവുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ കുട്ടി വന്ന സമയത്തിൽ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിടണ്ട, റനക്കുട്ടിക്ക് ഇട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇടുമ്പോൾ അങ്ങനെ എനിക്ക് നഖത്തിൽ ആ കുട്ടി ഇട്ടുതന്നു. ആ ഒരു മൈലാഞ്ചിയാണ് ഈ കാണുന്നത്. ഇതൊന്നും ഈ പറഞ്ഞ ഈ ലേഡീനെ സമാധാനിപ്പിക്കാനും വേണ്ടിയിട്ട് ഞാൻ പറയുന്നൊരു സംഭവമല്ല. എനിക്കിടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്കിടാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം ഇന്ത്യൻ മഹാരാജ്യത്തിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എങ്കിലും ഞാൻ മറ്റുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഓരോരുത്തരുടെ വിഷച്ചീറ്റലുകൾ, ഈ സമൂഹത്തിലുള്ള ഇതുപോലെയുള്ള വിഷജന്തുക്കളെ പേടിച്ചുകൊണ്ട് ഒരിക്കലും ഒരു പെൺകുട്ടികളും തൻ്റെ സെൽഫ് റെസ്പെക്റ്റ് കളയാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കാനോ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അല്ലാതെ ഇതൊരു കമൻറ്റ് റിയാക്ഷനായിട്ട് നിങ്ങൾ കാണണ്ട. ഈ സമൂഹത്തിലുള്ള ആൾക്കാരെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇതൊക്കെ പറയാനൊരു റീസണുണ്ട്, അതാണ് രസം. പിന്നെ എനിക്കൊന്നും സമാധാനമില്ലെങ്കിൽ പെരുന്നാളിന് പോലും മൈലാഞ്ചി ഇടാൻ മൂടുണ്ടാവാറില്ല. ഇവർക്ക് സമാധാനം ഇല്ലയെന്ന് വെച്ചാൽ പെരുന്നാളിന് പോലും ഇവർ മൈലാഞ്ചി ഇടൂലെന്ന്. പെരുന്നാളിന് മൈലാഞ്ചി ഇടണമെന്ന് എവിടെയും നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി പെരുന്നാളിന് മാത്രമേ ഇടാൻ പാടുള്ളൂ എന്നും എവിടെയും ഒരു നിയമവും ഇല്ല. പിന്നെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടെങ്കിൽ ഇടുന്നതും ഇല്ലെങ്കിൽ ഇടാത്തതും അതെല്ലാം നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഒരു താല്പര്യമാണ്. നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കാം, നിങ്ങൾ അതുപോലെ ജീവിക്കാം. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന പോലെ മാത്രമേ വേറൊരാളും ജീവിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഏത് വകയിലാണ് ന്യായം? എന്നാലോചിച്ച് നോക്കിക്കേ. ഞാൻ പറയുന്നത് ശരിയല്ലേ? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക്, ഇതുപോലെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇവൾക്ക് അഹങ്കാരമാണ്, ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്ന് പറയും. അതായത് സ്വന്തം റൈറ്റ്സിനെ കുറിച്ചിട്ട് ഒരു പെണ്ണ് സംസാരിച്ചു കഴിഞ്ഞാൽ, അവൾ ശബ്ദമുയർത്തി കഴിഞ്ഞാൽ അവൾക്കൊരു പേര് കൊടുത്തു വെച്ചിട്ടുണ്ട്, അവളൊരു അഹങ്കാരിയാണ് എന്ന് പറഞ്ഞിട്ട്. അതായത് സ്വന്തം റൈറ്റ്സ് എവിടെയും സംസാരിക്കരുത് ഒരു പെണ്ണായി ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ വെറും എപ്പോഴോ 18 വയസ്സിലോ അല്ലെങ്കിൽ 20 വയസ്സിലോ അല്ലെങ്കിൽ 25 വയസ്സിലോ ഏതോ ഒരുത്തൻ എവിടെയോ ജനിച്ച ഒരുത്തന് വേണ്ടിയിട്ട് ഈ മാതാപിതാക്കളെ പ്രസവിച്ച് അങ്ങോട്ട് കഷ്ടപ്പെട്ട് അങ്ങോട്ട് വളർത്തുക, ഒരു വിചാരങ്ങളും ആഗ്രഹങ്ങളും ഒന്നുമില്ലാത്ത ഒരു വെറും മാംസപിണ്ഡമായിട്ട് ഇങ്ങനെ ആ ഒരു പെണ്ണിനെ വളർത്തിക്കൊണ്ടുവരണം. എന്തിനാണ്? എവിടെയോ കിടക്കുന്ന ഏതോ ഒരു ആണിൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളർത്തിക്കൊണ്ടുവരിക. ഇതാണ് നിങ്ങളുടെയൊക്കെ ഒരു ധാരണ. അവൾക്ക് അവളുടേതായിട്ടുള്ള സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവരുത്, ആഗ്രഹങ്ങൾ ഉണ്ടാവരുത്, ഒന്നും ഉണ്ടാവരുത്. ആ വിവാഹത്തോടു കൂടെ അവിടെ നിന്ന് എല്ലാം അങ്ങോട്ട് കട്ട് ചെയ്ത് ഇവന് വിശക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഇവന് വേറെ എന്തെങ്കിലുമൊക്കെ നീഡ്സ് തോന്നുമല്ലോ ആ സമയത്തിൽ അതും അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക, ഇനി വല്ല ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതും അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. ഇതിനൊക്കെ വേണ്ടി മാത്രം ഒരു പെണ്ണിനെ അങ്ങോട്ട് വളർത്തി അങ്ങോട്ട് വിട്ടുക. എന്താ നിങ്ങൾക്ക് വിചാരിച്ചിരിക്കുന്നത്? എന്നിട്ട് ഇതൊന്നും ആരും പ്രതികരിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഒരു ടാഗ് അങ്ങോട്ട് അടിച്ചു കൊടുക്കും, അവളുടെ കഴുത്തിൽ ഇങ്ങനെ എഴുതി കൊടുക്കും, റിയാക്ട് ചെയ്താൽ അഹങ്കാരി, അല്ലാന്നുണ്ടെങ്കിൽ പാവം. ഈ പാവം എന്ന് പറയുന്ന പേര് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സംഭവമാണ്. പെണ്ണിനെ പാവമാണ്, അവളൊരു പാവമാണ്, അവൾ ഒരു മിണ്ടാപ്രാണിയാണ്, അവൾ എന്ത് ചെയ്താലും ഒന്നും മിണ്ടില്ല, എവിടെ കൊണ്ട് നിർത്തിയാലും അവൾ സൈലൻ്റായി നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അനാവശ്യമായിട്ട് ഈ നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ വേറെ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന പെണ്ണുങ്ങൾ ഈ സമൂഹത്തിലുണ്ട് കേട്ടോ. ഇല്ലയെന്ന് പറയില്ല, ഞാൻ നേരിട്ട് കണ്ടതാണ്, കേട്ടതാണ്, അറിഞ്ഞതാണ്. ഒരുപാട് പെണ്ണുങ്ങൾ മിസ്യൂസ് ചെയ്യുന്നവരുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തെ. ഞാൻ അങ്ങനെയുള്ളവരെ കുറിച്ചിട്ടല്ല പറയുന്നത്, അല്ലാതെ പെണ്ണിനെ അടിച്ചമർത്തുന്നവരെ കുറിച്ചിട്ടാണ് പറയുന്നത്. അടിച്ചമർത്തപ്പെടുന്നത് ഒരു ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഒരു മകളായിട്ടോ അത് മാത്രമല്ല, വയസ്സാകാലം വരെയും പെണ്ണിനെ അടിച്ചമർത്താൻ തീരുമാനിച്ചാൽ അവർ മരണത്തിൻ്റെ തൊട്ട് മുമ്പ് വരെയും അടിച്ചമർത്തും. ഇന്നാളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ മരിച്ചു കിടക്കുകയാണെങ്കിലും വന്നവർക്ക് ചായയൊക്കെ വെച്ച് കൊടുത്ത് വീടൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നീ പോയി കിടന്നാൽ മതി, ഖബറിലേക്ക് പോയി കിടന്നാൽ മതി എന്ന് പറയുന്ന ആണുങ്ങൾ വരെ ഉണ്ടാവും ഒരു ലേഡി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. സത്യമല്ലേ? മരിച്ചവരെ എന്താ അവരെ
നീ സ്വീകരിച്ചില്ല എന്ന് വേണമെങ്കിൽ ഇവർ കുറ്റം പറയും. മരിച്ച് കിടക്കുമ്പോൾ മരിപ്പ് കാണാൻ വന്നവരെ മരിച്ച് കിടക്കുന്ന ആ പെണ്ണ് സ്വീകരിച്ചില്ല, അവർക്ക് വേണ്ട ചായ വെച്ച് കൊടുത്തില്ല എന്ന് വേണമെങ്കിൽ ഈ സമൂഹം പറയും. ഈ പറഞ്ഞത് മാത്രമല്ല, ഇവർ മൂടില്ലെങ്കിൽ പെരുന്നാളിന് പോലും മൈലാഞ്ചി ഇടൂല എന്ന് ഇവർ പറഞ്ഞു. അത് മാത്രമല്ല, അത് ഏറ്റവും ലാസ്റ്റ് ഒരു 2-3 നമ്മളങ്ങനെ പരിഹസിച്ച് കളിയാക്കി ചിരിച്ച് എന്നുകൊണ്ട് ചിരിക്കുന്നൊരു കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ടാണ് ചിരിക്കുന്നത്. അത്ര വലിയ തമാശ കണ്ടുപിടിച്ചിരിക്കല്ലേ. ചിരിക്കുന്ന ഒരു എമോജി ഇട്ടിട്ട് ഇവളെയൊക്കെ വിശ്വസിക്കുന്നവരുടെ അവസ്ഥ. അതാണ് ഈ ലേഡീൻ്റെ അടുത്തൊരു സംഭവം പുറത്ത് വരുന്നത്. ഇവളെയൊക്കെ വിശ്വസിക്കുന്നവരുടെ അവസ്ഥ. എനിക്ക് വിഷമമുണ്ടെങ്കിൽ ഞാൻ വിഷമമുണ്ടെന്ന് കാണിക്കുന്ന രീതിക്ക് വേണം വീഡിയോയിൽ എൻ്റെ ഒരു അപ്പിയറൻസ് വരാനും വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വിഷമമൊന്നുമില്ല, ഞാൻ ഫുള്ളായിട്ട് അഭിനയിക്കുകയാണ്. എൻ്റെ വിഷമം കാണിക്കാതിരിക്കാനും ഞാൻ മാക്സിമം നോക്കിയിട്ടുള്ളത്, നിങ്ങൾക്കറിയാം. പക്ഷേ മൂഡ് ഓഫായി ചില സമയം നമ്മൾ നിൽക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളിൽ പലരും കണ്ടുപിടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇവരറിയും ഇവളെയൊക്കെ വിശ്വസിക്കുന്നവരുടെ അവസ്ഥയാണ്. ഇനിയാണ് ഏറ്റവും വലിയ കോമഡി ഉള്ളത്. എൻ്റെ ചാനലിൽ ആരെങ്കിലും ഒരാൾ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മോശമായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കുന്ന രീതിയിൽ കമൻ്റ് ഇടുന്നവരുടെ കാര്യം ഞാൻ പറയണത്, അല്ലാത്തവരല്ല. ഇവരുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കും. ഇവർ 5 വർഷമായിട്ട് ഉണ്ടാക്കിയ ഒരു ഐഡിയ ആണ്. ഇവരൊരു 5 കമൻറ്റാണ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുള്ളത്. ഇതിന് മുമ്പ് ഇട്ടൊരു കമൻറ്റ് ഞാൻ പറഞ്ഞുതരാം. അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത് ഗായ്സ്. എൻ്റെ വേറൊരു വീഡിയോൻ്റെ അടിയിൽ ഇവർ വന്ന് പറഞ്ഞതാണ്, ശരിയാണ് സിലു പറഞ്ഞ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഉമ്മമാർക്ക് മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. 17 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എല്ലാം ഒറ്റയ്ക്ക് നോക്കണം. ഓരോ ദിവസവും ഉറക്കം എണീക്കുമ്പോൾ ഇനി മുമ്പോട്ട് എങ്ങനെയെന്നാണ് ചിന്തിക്കുന്നത്. കിടന്നിടത്തുനിന്ന് അനങ്ങാൻ കഴിയില്ല, നേരം വെളുക്കാതിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവും. സാധാരണ എല്ലാ ലേഡീസിനും ഉണ്ടാകുന്ന കുറേ വിഷമങ്ങളൊക്കെ ഉള്ളൊരു ആളാണ്. ഇപ്പോൾ മക്കൾ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്. 2 മക്കളേ ഉള്ളൂ. പക്ഷേ എല്ലാ കുട്ടികളും പോകുമ്പോൾ ഇവരെ വിടാനുള്ള പൈസ ഇല്ല. 5000 രൂപ പോലും സ്വന്തമായിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥ. ഇവരുടെ ഒരു അവസ്ഥയാണ് ഇവർ പറയുന്നത്. ഇവരിങ്ങനൊരു കമൻ്റ് ഇട്ട് പിന്നെ ഞാൻ പറയാറുണ്ട്, എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പേര് എൻ്റെ അവസ്ഥ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ പോവാണ്. ആ ഒരു സമയത്താണെന്നും കൂടെ നിങ്ങൾ ആലോചിക്കണം. ഒരുപാട് പേര് പല ആവശ്യങ്ങളും പറഞ്ഞ് എൻ്റെ വന്ന് പൈസ ചോദിക്കലുണ്ട്. 5000 രൂപ തരുമോ, 3000 രൂപ തരുമോ, 1,00,000 രൂപ തരുമോ, 50,000 രൂപ തരുമോ. ഇതിലൊക്കെ പല വിചിത്രമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ മക്കളെ നമുക്ക് ടൂർ കൊണ്ടുപോകണം, അവരെ വിടണം എന്നുണ്ടെങ്കിൽ അത് ടൂർ പോയില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ശ്വാസം കിട്ടാതെ മരിക്കുന്ന ഒരു സംഭവം എന്നല്ല. നമുക്ക് ഓക്സിജൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഓക്സിജൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഈ സമൂഹത്തിലുള്ള ഓരോ ഇന്ത്യൻ പൗരൻ്റെയും ബാധ്യതയായിട്ട് നമ്മൾ കാണണം. അതേസമയം നമുക്ക് സുഖസൗകര്യത്തിന് വേണ്ടിയിട്ടും സന്തോഷത്തിനും വേണ്ടിയിട്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ വേണം എന്നുണ്ടെങ്കിൽ വേറൊരാളുടെ അധ്വാനത്തിനെയല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതിന് പകരം നമ്മൾ അധ്വാനിക്കണം അല്ലേ. ഒരാൾ സുഖസൗകര്യമായിട്ട് സമയത്തിന് ഉറങ്ങി സമയത്തിന് ഭക്ഷണം കഴിച്ച് ഒക്കെ ജീവിക്കുമ്പോൾ വേറൊരാൾ സമയത്തിന് ഉറങ്ങാതെ ഉറക്കല്ലാതെ ബുദ്ധിമുട്ടി നേരം വെളുക്കുവോളം പണിയെടുത്ത് ഒരു വീഡിയോ ഒക്കെ ചെയ്ത് എൻ്റെ കരയിൽ പോയി പണിയെടുത്ത് ഭക്ഷണമൊക്കെ ഒഴിവാക്കിയിട്ട് പണിയെടുത്തിട്ട് അവരെന്തെങ്കിലും ഒരു പൈസ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളും മീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ അതിനെ വേറൊരാൾ ആഗ്രഹിച്ചിട്ട് അത് കിട്ടാതെ വരുന്ന സമയത്ത് അവരെ പറ്റി കുറ്റം പറയുന്നത് ഏത് വകയിലാണ് ന്യായം? ഞാൻ പറയുന്നത് ശരിയല്ലേ? മുമ്പ് എനിക്കൊരു കുട്ടി കരഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു. ഞാനും വിചാരിച്ചു പഠിച്ചോനെ എന്താണോ ഈ കുട്ടിയുടെ ഇത്രയും വലിയൊരു സങ്കടം പ്രശ്നം എന്നുള്ളത് കേട്ടോണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ മുമ്പ് മെസ്സേജ് വന്നതാണ്. ഭയങ്കര കരഞ്ഞിട്ടൊക്കെ ഇങ്ങനെ പറയാണ്. അവസാനം പറയാണ്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് മഹർ ഇടുക എന്നുള്ളത്. എൻ്റെ ആളുടെ ഇക്ക മഹർ വാങ്ങി ബാങ്കിൽ പണയം വെക്കുക അല്ലെങ്കിൽ വിൽക്കുക എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു മഹർ ഇടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എനിക്ക് മഹർ വാങ്ങാൻ പൈസ തരുമോ എന്ന്. ആ സമയം അതായത് ഇവർക്ക് മഹർ ഇട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. കാരണം ഒരു നേരത്തെ ഭക്ഷണമല്ല ഈ മഹർ എന്ന് പറയുന്നത്. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒരു നേരം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, 2 നേരം കഴിച്ചില്ലെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടാവും, 3 നേരമാണെങ്കിൽ നമ്മൾ ആകെ തളർന്നു പോകും. ഒരു 3, 4, 5, 10 ദിവസം വരെയൊക്കെ ഒരു മനുഷ്യൻ പിടിച്ചു നിൽക്കാൻ പറ്റും തോന്നുന്നു, അറിയില്ല. വെള്ളം കുടിച്ചിട്ടാണെങ്കിലും ജീവിക്കാം. പക്ഷെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എത്തിച്ചു കൊടുക്കണം. പക്ഷേ ഈ മഹറിടൽ എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു എക്സ്ട്രാ ഒരു ആഗ്രഹമാണ് അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് കഷ്ടപ്പെടണം. വേറൊരാളുടെ അധ്വാനത്തിൽ നിന്നും ഒരിക്കലും അത് ആഗ്രഹിക്കാൻ പാടില്ല. ആഗ്രഹിക്കുന്നത് സ്വന്തം ഭർത്താവിൽ നിന്നും വേണം ആഗ്രഹിക്കാൻ. പക്ഷേ ഇവരെൻ്റെ വന്നിട്ട് ഈ മഹറിൻ്റെ ഇത് ചോദിക്കുമ്പോൾ മഹർ പോയിട്ട് ഒരു തേങ്ങാക്കൊല പോലും അല്ലെങ്കിൽ ഒരു മൊട്ടുസൂചി പോലും എനിക്കില്ലാത്ത സമയം ഞാൻ വീടിൻ്റെ
ലോൺ അടയ്ക്കാനും വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് എന്നോട് ഒരാൾ വന്നു, എനിക്ക് മഹർ വാങ്ങാൻ പൈസ തരുമോയെന്ന്. കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണാണ് ചോദിക്കുന്നത്, അല്ലാതെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരാളല്ല. ഞാൻ ആകെ ഷോക്കായിപ്പോയി. ഞാൻ വിചാരിച്ചു എന്ത് ഈ സമൂഹം എങ്ങനെയെന്ന്. സീരിയസ്ലി ഞാൻ പറയട്ടെ, എനിക്കെന്തെങ്കിലും ബേസിക് നീഡ്സിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ പോലും ഈ നിമിഷം വരെ ഇന്നേ വരെ വേറൊരാളുടെ അധ്വാനത്തിന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ആ സമയം ഇല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണം. നമുക്ക് കയ്യില്ലേ, കാലില്ലേ, ബുദ്ധിയില്ലേ, ടൈമില്ലേ? ഓരോരുത്തർ അധ്വാനിക്കാൻ ഓരോരോ റീസൺ ഇങ്ങനെ പറയും. അതൊന്നും ഒരു റീസണല്ല. 2 കയ്യും ഇല്ലാതെ 2 കാലും ഇല്ലാതെ കിടന്നിട്ട് അധ്വാനിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ചോദിക്കുന്നതല്ല കേട്ടോ പ്രശ്നം, അതൊന്നും അല്ല. എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവരിങ്ങനെ വന്ന് ചോദിച്ചിട്ട് ഇവർക്കത് കിട്ടില്ല എന്ന് കാണുമ്പോൾ ഞാൻ ആ കുട്ടീനോട് അന്ന് പറഞ്ഞു, എടോ എനിക്കും അതില്ലടോ, ഞാൻ എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാതിന് വേണ്ടിയിട്ട്? ഇവരെന്താണെന്നറിയോ, അങ്ങനെ വന്ന് കൺവേർട്ടായി യൂട്യൂബിലോ എവിടെയെങ്കിലും വന്ന് ഈ കാര്യം പറയാതെ ഇവരെന്നെക്കുറിച്ച് ഇല്ലാത്ത കുറേ മോശം കമൻസ്. ചിലർ ചോദിക്കുന്നുണ്ട് ആർക്കും വരാത്ത മോശം കമൻസ്, ബാഡ് കമൻസ് എന്താ നിനക്ക് വരുന്നതെന്നുള്ളത്. റീസൺ ഇതാണേ. ഇതുപോലെ ഒരുപാട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവർ വന്നിട്ട് ഇവിടെ വന്നിട്ട് മോശമായിട്ട് പറയും, ഭയങ്കര ബാഡായിട്ട് പറയും. നമ്മൾ ഇതിൻ്റെ റീസൺ കണ്ടുപിടിച്ച് പോകുമ്പോഴായിരിക്കും ഇവർ പൈസ ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടാകും, ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന്. പിന്നെ വേറെ കുറേ ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട്, ഒരു കുടുംബത്തിലൊരു കല്യാണം ഉണ്ട്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണ്ടേ, അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു 5000 രൂപ അയച്ചു തരുമോ എന്ന് ചോദിച്ചൊരു കൂട്ടരുണ്ട്. മകൻ്റെ ബുള്ളറ്റിൻ്റെ CC അടയ്ക്കാൻ പൈസ വേണം എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. ഭയങ്കര കോമഡി ആയിട്ട് ഭർത്താവിന് ഗിഫ്റ്റ് കൊടുക്കാൻ പൈസ വേണമെന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. എനിക്ക് എങ്ങനെയാണെന്നറിയോ, അത്രയും അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് നമ്മുടെ ഹെൽപ്പ് എത്തണം എന്നാണ്. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതുപോലെ വേറൊരു ലേഡി മുമ്പ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് വാഷിംഗ് മെഷീൻ വേണം, വാങ്ങിച്ചു തരണം, എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് വാഷിംഗ് മെഷീനിൽ തിരുമ്പാന്നുള്ളത് എന്ന് പറഞ്ഞു. നമ്മൾ ആ സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് പറയുന്ന സമയത്ത് ഒരു നേരം പോലും ഭക്ഷണത്തിനില്ലാതെ ബുദ്ധിമുട്ടുന്ന വയസ്സായ, അധ്വാനിക്കാൻ പോലും പോകാൻ പറ്റാത്ത ആൾക്കാർ, അല്ലെങ്കിൽ പുറത്ത് പറയാൻ പറ്റാതെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, അതല്ലാന്നുണ്ടെങ്കിൽ തലമേൽ എപ്പോഴാണ് ഈ മേൽക്കൂര ഇടിഞ്ഞ് വീഴാന്ന് പേടിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന നമ്മുടെ അച്ഛമ്മനെ പോലെയുള്ള ആൾക്കാർ, ഭക്ഷണം കഴിച്ചിട്ട് പിച്ചെടുക്കാൻ പോവാണ്, കുറേ ദിവസമായി അതിനു വേണ്ടിയിട്ട് പിച്ചെടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞ നമ്മുടെ പപ്പടം ചേച്ചി, അർജുൻ മോൻ്റെ ചികിത്സയ്ക്ക് ഒരു വകയില്ലാതെ ബുദ്ധിമുട്ടി നടക്കുകയാണ്, വീട് ജപ്തിയിലാണ് എന്ന് പറയുന്ന ആൾക്കാർ, പാമ്പിൻ്റെയും തേളിൻ്റെയും കൂടെയാണ് കിടന്നുറങ്ങുന്നത്, കിടന്നുറങ്ങാൻ ഒരു കിടപ്പാടും ഇല്ല എന്ന് പറഞ്ഞവർ, എന്നെനിക്ക് ഓർമ്മയില്ല. പിന്നെ ക്യാൻസറായിട്ട് കൈയൊക്കെ ആകെ സുഖമില്ലാതിരിക്കുകയാണെന്ന് പറഞ്ഞ ആ ചേച്ചിക്കുള്ള ആട് വാങ്ങിച്ചു കൊടുക്കൽ, അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യുമോ? അതല്ല സ്വന്തം സന്തോഷത്തിനും ആർഭാടത്തിനും വേണ്ടിയിട്ട് എനിക്ക് പൈസ തരണം എന്ന് പറയുന്നവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുമോ? നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതൊന്നും ഞാൻ അഹങ്കാരത്തിൻ്റെ പുറത്തൊന്നും പറയുന്നതല്ല. അങ്ങനെ ഈ ലേഡിയുടെ കമൻറ്റ് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്താണെന്നറിയോ, ഞാൻ തെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാനത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഒളിച്ച് വെക്കാനൊന്നും നിൽക്കില്ല. അത് ഞാൻ എല്ലാവരെയും കാണിക്കും, ഞാൻ പറയും എൻ്റെ ഭാഗത്ത് എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് നിങ്ങൾ പറയൂ എന്നുള്ള ആ ഒരു രീതിക്ക്. അപ്പോൾ ഇവർ വീണ്ടും ഒരു കമൻ്റ് ഇട്ടു, ഞാൻ എപ്പോഴാണ് നിങ്ങളോട് പൈസ ചോദിച്ചത്, നിൻ്റെ തനി നിറം കാണാൻ വേണ്ടി തന്നെയാണ് കമൻ്റ് ഇട്ടത്, ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നതും പോരാ, എന്താ പറയുമ്പോൾ ഇത്ര ചൊറിച്ചിൽ, താനല്ലേ ദാരിദ്ര്യം പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവർക്കറിയില്ല ഇവരിട്ട വേറെ കമൻറ്റും മെസ്സേജൊന്നും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇവർക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ദാരിദ്ര്യം പറഞ്ഞ് നടന്നത് ആരാണെന്ന് നിങ്ങളിട്ട മുൻപത്തെ കമൻറ്റ് പോയി നോക്കൂ, അതിലുണ്ട് എല്ലാം എന്നുള്ളത്. ഞാൻ ആരെയും ഇതുവരെ ഒന്നും പറഞ്ഞ് പറ്റിച്ചിട്ടൊന്നും അതായത് എനിക്ക് പ്രോബ്ലംസ് ഒന്നുമില്ല, ഞാൻ വെറുതെ നുണ പറഞ്ഞ് നിങ്ങളെയൊക്കെ പറ്റിച്ചിട്ട് വീഡിയോ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കുകയാണെന്നാണ് ഈ ഒരു ലേഡി പറയുന്നത്. അപ്പോൾ ആരാണ് ദാരിദ്ര്യം പറഞ്ഞതെന്നുള്ളത് നിങ്ങളിട്ട കമൻറ്റിലുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞതും അവർ ആ കമൻറ്റ് ഡിലീറ്റാക്കി ഓടി. കാരണം കള്ളത്തരം പുറത്തേക്ക് വന്നല്ലോ അതുകൊണ്ട്.
തൻ്റെ ഇടം എന്നുള്ളൊരു സാധനമുണ്ട്. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് 100% നിങ്ങൾ പറയുന്നതാണ് ശരിയെന്നുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കാനുള്ളൊരു തൻ്റെ ഇടം നട്ടെല്ല് കാണിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡിലീറ്റാക്കി ഓടേണ്ടി വരും. നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിക്കണോടോ. വേറൊരാളുടെ അധ്വാനത്തിനെ ആശ്രയിച്ചിട്ട് അത് ആഗ്രഹിക്കുക, എന്നിട്ട് അത് കിട്ടാതെ വരുമ്പോൾ മോശമായിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമാണ്. ഇതൊന്നും പറഞ്ഞ് നിങ്ങളൊന്നും നന്നാവുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്ക് ഒരിക്കലും ഇല്ല. പക്ഷെ വേറൊരാൾ ആരെങ്കിലും ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലും പറയാൻ മുതിരുമ്പോൾ അവരാലോചിക്കണം, ശരിയാണല്ലോ നമ്മൾ പറയുന്നത് തെറ്റാണ്, നമ്മളിങ്ങനെ ചെയ്യരുത്, അത് അവരുടെ റൈറ്റ്സാണ് എന്നുള്ളൊരു കാര്യം. പിന്നെ ഞാൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ അധികം അങ്ങോട്ട് കുറേ ആയിട്ട് ഇടപെടാറില്ല. രേണു സുധി എന്ന് പറഞ്ഞൊരു ലേഡി, അനൂപ്, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അവർ ചെയ്യുന്നത് ചിലപ്പോൾ പേഴ്സണലായിട്ട് എനിക്ക് എന്തെങ്കിലും എതിർപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് ഞാനീ പറയുന്നത്. അവരൊരു മനുഷ്യജീവിയാണ്. അവർ ഈ ഭൂമിയിൽ ഈ കണ്ട കാലത്തിനൊടുവിൽ എന്തൊക്കെ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും എന്നറിയാം. എന്തിൻ്റെ പേരിലാണെന്നറിയാം? അവരുടെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം ഇവർ സോഷ്യൽ മീഡിയയിൽ ഇവരുടെയായിട്ടുള്ള ഇഷ്ടമുള്ള കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഇടുന്നു. അതിൻ്റെ പേരിലാണ്. അതേസമയം ഭർത്താവ് ഉള്ളൊരു പെണ്ണാണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഭർത്താവ് മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർ ചെയ്തൊരു തെറ്റിൻ്റെ പുറത്തൊന്നും അല്ലല്ലോ മരിക്കുന്നത്. ഇവർക്ക് സ്വാതന്ത്ര്യത്തോടു കൂടെ പിന്നെ ജീവിക്കാനുള്ള അവകാശമില്ല. എല്ലാ കാര്യം ഞാൻ ഇവരെ ഫുള്ളി സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയൊന്നും ഒന്നുമല്ല. പക്ഷേ ഒരു ബേസിക്കായിട്ട് ഒരു മനുഷ്യനുള്ള അവകാശം പോലും ഹനിക്കപ്പെടുന്നു. ഒരു ഭർത്താവ്, ഒരു പെണ്ണിന് കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അവൾ പിന്നെ ഈ സമൂഹം പറയുന്ന പോലെ, സമൂഹം ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കണം ജീവിക്കുന്നത് എന്നുള്ളത്. ഇവർക്ക് സ്വന്തമായിട്ടുള്ളൊരു വ്യക്തിത്വം ഉണ്ടാവാൻ പാടില്ല, ഇവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഇവരെന്ത് കഴിക്കണം എന്ന് പോലും ഈ സമൂഹം പറയും. ഭർത്താവ് മരിച്ച ഒരു പെണ്ണ് ഒരാഴ്ച കഴിഞ്ഞ് ഒരു ബിരിയാണി കഴിച്ചിട്ട് ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ട് നോക്കി അറിയാം. കാരണം അവൾ വിഷമത്തിലാണ്, അവൾ കഞ്ഞി കുടിക്കാൻ പാടുള്ളൂ, അവൾ ഇങ്ങനെ നിൽക്കാൻ പാടുള്ളൂ, അവൾ വെള്ളസാരി ഉടുക്കാൻ പാടുള്ളൂ. പണ്ട് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് പിന്നെ ജീവിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു. സതി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു സംഭവം നിർത്തലാക്കിയ ഒരു സംഭവമാണ്. ആ സതി മാത്രമേ നിർത്തലാക്കിയുള്ളൂ. ഇതുപോലെയുള്ള വിഷജന്തുക്കളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സതി ഇപ്പോഴും നിർത്തലാക്കിയിട്ടില്ല. അവർ പച്ചയ്ക്ക് കത്തിക്കും. ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് ഈ സമൂഹത്തിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് കണ്ടാൽ അവൾ മരിക്കുന്നവരെയും വാക്കുകൊണ്ട്, ഇവരുടെ നാവ് കൊണ്ടും ഇവരുടെ നോട്ടം കൊണ്ടും ഇവരുടെ പ്രവൃത്തികൾ കൊണ്ടും ഈ പെണ്ണിനെ കൊന്നിട്ടേ ഇവരടങ്ങുള്ളൂ, ജീവിക്കാൻ സമ്മതിക്കൂല. നിങ്ങൾ അതിനെതിരെ നാവ് ഉയർത്തിക്കഴിഞ്ഞാൽ നിങ്ങളൊരു അഹങ്കാരിയായി മാറും. എനിക്ക് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, എനിക്ക് വിഷമങ്ങളുണ്ടെങ്കിൽ ഞാനിങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ നിങ്ങളൊക്കെ ആരാ? നാണല്ലേ അങ്ങനെയൊക്കെ പറയാൻ? നന്നാവൂലേ? ഇതാണ് പറയുന്നത്. നല്ല തന്തക്കും തള്ളക്കും ജനിച്ചാൽ അവർ വളർത്തുന്നതിനനുസരിച്ചുണ്ടാവും ഭാവിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നത്. ഒരാളിനെ നോക്കി അവർ ജീവിക്കുന്നത് നോക്കി, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ സുഖസൗകര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് അവർ അഹങ്കാരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അവരുടെ അഹങ്കാരമല്ല, നിങ്ങളുടെ അസൂയാണ് ആ കണ്ണുകളിലുള്ളത്. ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരാൾക്കൊരു നന്മ വന്നു കഴിഞ്ഞാൽ മാഷാ അല്ലാ, അവർ അത് ഉണ്ടാക്കാൻ എത്രത്തോളം അധ്വാനിച്ചിട്ടുണ്ടാവും, എത്ര വർഷങ്ങളുടെ അവരുടെ കഷ്ടപ്പാടിൻ്റെയും ഉറക്കമില്ലായ്മയുടെയും അവഹേളിക്കലുകളുടെയും നാളുകൾക്കൊടുവിലാണ് അവർക്ക് അങ്ങനെ ഒരു ജീവിതം കിട്ടിയെന്നാണ് ഞാൻ ചിന്തിക്കുള്ളൂ. എന്നെപ്പോലെ തന്നെ എല്ലാവരും ചിന്തിക്കണം എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ എങ്കിലും ഉള്ളിൽ തന്നെ വെച്ചാൽ പോരെ. എന്തിനാ ഈ പുറത്തേക്ക് എടുക്കുന്നത് നിങ്ങളുടെ അസൂയും ഇമാതിരിയുള്ള വൃത്തിയായിട്ട സ്വഭാവമൊക്കെ? നിങ്ങളെ കണ്ടിട്ടല്ലേ നിങ്ങളുടെ മക്കൾ വളരുന്നത്. അവരെന്താ ചിന്തിക്കുമോ? ഇങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്. ഒരാളുടെ നന്മ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് അവർക്ക് അഹങ്കാരമാണ്, നമുക്കതില്ലല്ലോ, അതുകൊണ്ട് അവർ ഞങ്ങൾക്കും കാണിക്കണ്ട. ഭക്ഷണം, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ പോലും പലർക്കും കണ്ട വിഷമാവും. എന്തിനാ വിഷമിക്കുന്നത്? സന്തോഷിക്കല്ലേ വേണ്ടത്. ഒരാൾ ഒറ്റയ്ക്ക് ഇത്രയും ബുദ്ധിമുട്ടി ഇത്രയും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു, വാവ്, നമ്മളിതുപോലെയൊക്കെ കഷ്ടപ്പെട്ട് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിക്കണം എന്നല്ലേ ചിന്തിക്കേണ്ടത്. പക്ഷേ ഈ സമൂഹം അങ്ങനല്ല. എനിക്ക് 2 വശങ്ങളാണുള്ളത്.
നന്നായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ് ഞാൻ. ചില സമയം ഞാൻ ഒന്നിലും പ്രതികരിക്കാതെ അങ്ങനെ സൈലൻ്റായിട്ട് ഒരു വശത്തേക്ക് മാറി നിൽക്കും. പക്ഷെ ഞാനിപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എനിക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ പോലെ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഈ സമൂഹത്തിലുണ്ട്. അവരൊക്കെ ഈ സമൂഹത്തിനെ പേടിച്ചിട്ട്, ബാക്കിയുള്ളവരെ നാവിനെയും കണ്ണിനെയും ഒക്കെ പേടിച്ചിട്ട് ജീവിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ഇനി സംസാരിക്കും. എന്താ നിങ്ങളൊക്കെ ആരാന്ന വിചാരം? നിങ്ങളൊക്കെ സുഖിച്ച് ഒന്നും അറിയാതെ 3 നേരം വെട്ടി വിഴുങ്ങാനുള്ള ഭക്ഷണം എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്കൊരു മൊക്കിലിരുന്നുകൊണ്ട് കമൻ്റ് ഇട്ട് ഒരാളുടെ മനസ്സിനെ വിഷമിപ്പിക്കുക, അത് ഭയങ്കര വലിയൊരു സംഭവമാണ് എന്ന് കാണുന്ന രീതിയിലൊരു ചിരിയൊക്കെ നല്ലതാ? അല്ല. ഏറ്റവും വൃത്തികെട്ട സ്ത്രീയാണ് നിങ്ങളൊക്കെ. വെറുതൊന്നല്ല ഓരോരുത്തർക്കും ഓരോ പെണ്ണുങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോണതാണ് നല്ലതെന്ന് ചിന്തിക്കുന്നത്. കാരണം വിടൂല, നിങ്ങളൊന്നും വിടൂല അവരാരെയും ജീവിക്കാൻ. വിടേയില്ല നിങ്ങൾ. ആ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാണ്ടായിക്കൊള്ളണം, എന്നാലേ വിടുള്ളൂ ജീവിക്കാൻ. വൃത്തിയായിട്ട ജന്തുക്കൾ. ഞാനെന്തെങ്ങനെയൊക്കെ പറയണമെന്ന് തോന്നില്ല. ഇവരതിന് അർഹരാണ്. ഇതെല്ലാം അതിൻ്റെ അപ്പുറം ഇതുപോലെയുള്ള ആൾക്കാരെ പറയണം. ഞാൻ മൊത്തത്തിൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ എവിടെയും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഞാൻ എവിടെയും ഡിവോഴ്സ്ഡ് ആയിന്നോ ആയിട്ടില്ല എന്നോ ഒരു കാര്യം ഞാനിതുവരെ പറഞ്ഞിട്ടില്ല. പറയാത്തതിന് കുറേ റീസണുകളുണ്ട്. അതും ഞാൻ പറയൂല. പറയാൻ ആരെങ്കിലുമൊക്കെ അവസരം ഉണ്ടാക്കി വെച്ചാൽ ഞാൻ പറയും, വിത്ത് പ്രൂഫ്. നന്നാവ് എന്ന് ഞാൻ പറയണില്ല, നീ ഒന്നും ഒരിക്കലും നന്നാവില്ല. ഇനിയും നിങ്ങൾ വരും. പക്ഷേ ആരോടാണ്, എങ്ങനെയാണ് പറയണതെന്നും കൂടെ ആലോചിക്കണം. ഒരുപാട് ഒരാളിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, എത്രത്തോളം പ്രശ്നങ്ങളൊക്കെ കടന്നു വന്നിട്ട് വരുന്ന ഒരാളാവുമ്പോൾ അവർക്ക് എത്രത്തോളം അതിൻ്റെ മറുവശത്തിൽ സ്ട്രോങ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ആയിരിക്കും എന്നുള്ളത്. പ്രശ്നങ്ങൾ ജീവിതത്തിൽ കൂടും തോറും തളർന്നു പോവല്ല ഒരു പെണ്ണ് ചെയ്യുന്നത്. തളരുന്നവർ ജീവനോടെ ഉണ്ടാവില്ല. തളരാതെ പിടിച്ച് നിൽക്കുക ഭയങ്കര സ്ട്രോങ്ങസ്റ്റ് ആയിരിക്കും. അവരെ തൊടാൻ നിങ്ങൾ പേടിക്കന്നെ വേണം. തിരിച്ച് റിയാക്ട് ചെയ്യും, ഉറപ്പ്. കുറേയൊക്കെ ക്ഷമിച്ചിരിക്കും, പക്ഷെ അവർ തിരിച്ച് റിയാക്ട് ചെയ്യും, അത് ഉറപ്പ്. അതിന് തെളിവ് രേണുസുതി തന്നെയാണ്. അവർ ഇപ്പോഴത്തെ വീഡിയോ നോക്ക്, മനസ്സില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇനി അവർക്കൊന്നും കേൾക്കാൻ ബാക്കിയില്ല. അവർ തെറ്റ് ചെയ്തോ ശരി ചെയ്തോ ഒന്നും ഞാൻ പറയില്ല, പക്ഷേ അവരുടെ ഒരു കോൺഫിഡൻസ്. പക്ഷെ അവരുടെ ഉള്ളിൽ നല്ല വിഷമങ്ങളൊക്കെ ഉണ്ടാവും ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ. പക്ഷേ സ്ട്രോങ്ങസ്റ്റ് ആൻഡ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഓക്കെ.